കേട്ടു. 1, 2, 3 സ്റ്റാർട്ട്. എല്ലാവരുടെ ഭാഗത്തും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റുഡിയോ പോയി ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അതാണ് അതിന്റെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ So hello friends. So hello friends, ഇതാണ് ഞങ്ങളുടെ യൂട്യൂബിന് വേണ്ടി ഞങ്ങൾ ചെയ്ത ഏറ്റവും പുതിയ ഞങ്ങളുടെ സ്റ്റുഡിയോ. സോ നമുക്ക് ഇതുപോലെ ഇനി വരുന്ന അപ്കമിങ് ഞങ്ങളുടെ പ്രൊജക്ട്സ് അല്ല, അതായത് നമ്മുടെ റിവ്യൂ ആയാലും ജസ്റ്റ് ഞങ്ങൾ എടുക്കാൻ പോകുന്ന പുതിയ റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റുഡിയോ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് എല്ലാവരും അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേര് വെച്ചിട്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ടീം കിൻഡി എൻ്റർടൈൻസ് ഞങ്ങളുടെ മെയിൻ പ്രവർത്തന മേഖല എന്ന് പറയാം അത് ഷോർട്ട് ഫിലിംസ് തന്നെയാണ്. ഷോർട്ട് ഫിലിംസ് ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1-2 വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പാരലി യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഞങ്ങൾ പാരലി കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളുടെ പുതിയ റൂൾസ് എല്ലാം ചേഞ്ച് ആയ ശേഷം എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, നമുക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ കൂടുതലും ഷോർട്ട് ഫിലിംസ് എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കൊറോണ സമയത്തായിരുന്നു. അന്ന് എല്ലാവരും ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. ആ ടൈമിലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ പരമായിട്ട് ചെയ്യണമെന്നൊക്കെ ഒരു പ്ലാനിങ് ഇട്ട് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ബേസ് ചെയ്ത വീഡിയോ കിൻഡി ബേസ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മൾ ഏകദേശം ഒരു 4 എപ്പിസോഡ് പോലെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ഫോണിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത വലിയ രീതിയിൽ നമ്മൾ ഭയങ്കര ക്യാൻവാസ് ചെയ്തതൊന്നുമല്ല. ജസ്റ്റ് അന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി അങ്ങ് എടുത്തു തുടങ്ങിയതാണ്. അന്ന് തുടങ്ങിയ ഒരു ടീമാണിത്. ഏകദേശം ഒരു 4-5 പേര് വെച്ചാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ടൈമില്. പിന്നെ ഇപ്പോഴത്തേക്ക് ഗ്രാജുവലി ഓരോരുത്തരും ഈ കൊറോണ ഇഷ്യൂ ഒക്കെ മാറി വന്നു, എല്ലാവരും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും ഇപ്പോഴത്തേക്ക് കൊണ്ട് ഈ ചാനലിന്റെ കാര്യം സ്റ്റോപ്പായി. പിന്നെ അതിനുശേഷം ഈ ഒരു 1.5 വർഷമായിട്ടുള്ളൂ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും ആക്റ്റീവായി തുടങ്ങുകയും അങ്ങനെ കുറെ പേര് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7-8 മെമ്പേഴ്സോളം നമ്മുടെ ഈ ടീമിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വരാൻ സാധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്. അവര് വരുന്ന നമ്മുടെ അപ്കമിങ് യൂട്യൂബ് വീഡിയോസിലൊക്കെ അവരും നമ്മുടെ കൂടെ കാണും. സോ ഇപ്പോൾ നമ്മൾ 3 മാത്രമേ ഉള്ളൂ. നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയും ടൈം ഒരുപാട് പോകുന്നു വെച്ചാൽ നമ്മളത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനി അപ്കമിങ് വീഡിയോസിൽ അവരും വരുന്നതായിരിക്കും. മൂവി റിവ്യൂ ഷോർട്ട് ഫിലിംസ് മാത്രമല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചലഞ്ച് വീഡിയോസ്, പല ടൈപ്പ് ഗെയിംസുകൾ എല്ലാം ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവും. നിങ്ങൾ തിരിച്ച് അതിൽ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ അത് അറിയിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അത് നമുക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. കാര്യം പറഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ഫോർമാറ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ വീഡിയോസ് ഷൂട്ട് ചെയ്യുക, സ്ക്രിപ്റ്റ് വൈസ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുക, അങ്ങനെ സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതുപോലെ ഒരു ചെയ്തിട്ടില്ല. സോ ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾ തരുന്ന നിങ്ങളുടെ ഒപ്പീനിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അപ്കമിങ് വീഡിയോസിനാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് ഞങ്ങൾ ഈ പുതിയ യൂട്യൂബ് ചാനലിലും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഈ സ്റ്റുഡിയോയുടെ വർക്കിങ്ങിലായിരുന്നു, അതായത് ഒരു ക്രിയേറ്റീവ് ഈ സ്റ്റുഡിയോ ഇങ്ങനെ ആക്കിയെടുക്കുന്നതിൽ നല്ല പണിയായിരുന്നു അല്ലേ?